ദൈവത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മുമ്പിന്റെ വേളകളിൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഓരോ വിഷയത്തെക്കുറിച്ച് ഓരോ ദിവസവും ധ്യാനിക്കുമ്പോൾ ഇന്ന് ക്രിസ്തുവിന്റെ ആധികാരികത എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്നത്. യശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആരാണ് സ്ഥിരമാനസൻ? ആരാണ് പൂർണ്ണ സമാധാനത്തിൽ ഇരിക്കുന്ന മനുഷ്യൻ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയാണ് അതിനകത്ത് പ്രതിപാദിക്കുന്നത്. പൂർണ്ണ സമാധാനത്തിൽ ജീവിക്കുന്ന വ്യക്തി എന്താണ് അവിടെ ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത്? അവിടെ രണ്ട് പ്രത്യേകതകൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. സ്ഥിരമാനസനാണ്, അതുകൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ആരാണ് സ്ഥിരമാനസൻ? ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണോ? അല്ല, എല്ലാ ദിവസവും ദൈവത്തോട് ചേർന്ന് ദൈവവചനത്തിൽ കൂടി നടക്കുകയും ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ഏത് പ്രവർത്തനങ്ങളിലും ദൈവത്തിനെ മുൻനിർത്തി ചെയ്യുവാനും തന്റെ ജീവിത രീതികളിൽ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാനും ഒക്കെയും ഇടയാക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ദൈവത്തെ കൂട്ടുപിടിക്കുന്നതല്ല. എല്ലാ ദിവസവും എല്ലാ നിരവും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണം. നമ്മൾ ഓരോ ദിവസവും ദൈവത്തോടുള്ള ബന്ധം കൂടുതൽ അടുത്ത് വരുവാനൊക്കെ ഇടയാക്കണം. അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും. രണ്ടാമതായി ഇവിടെ പറയുന്നത് അവന്റെ ആശ്രയം. അവന്റെ ആശ്രയം എവിടെയാണ്? ദൈവസന്നിധിയിൽ തന്നെയാണ്. ഏത് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വന്നാലും യഹോവയിലാണ് അവന്റെ ആശ്രയം. മനുഷ്യരിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയം വെക്കുന്നത് നല്ലത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴി ഇരിക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ യഹോവയോട് ചേർന്ന് യഹോവയിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം നല്ല മാർഗങ്ങൾ തന്നെയാണ് കാട്ടിക്കൊടുക്കുന്നത്. പ്രാർത്ഥനയോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉയർത്തില്ല എന്ന പലരെ കുറ്റപ്പെടുത്തിയാലും ദൈവം താങ്ങി അവിടുന്ന് ഉയർത്തുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ സ്നേഹം അത്ര വലുതാണ്. ഈ നോമ്പിന്റെ വേളകളിൽ നമ്മൾ ഓരോ ദിവസവും അത് അനുഭവിക്കുകയും ഓരോ ധ്യാന വിഷയത്തിലൂടെ നമ്മൾ അത് കേൾക്കുകയും ചെയ്യും. നമ്മൾ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു, എത്രമാത്രം കരുതുന്നു. നമ്മുടെ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മുൻനിർത്തി ജീവിക്കുമ്പോൾ ഒരു പൈതലും നഷ്ടപ്പെടുവാനും നശിച്ചു പോകാനും ഒന്നും ഇടയാവില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ അവിടെ താങ്ങിയിരിക്കാൻ ദൈവം ഇടയാക്കും. എല്ലാ ആവശ്യഭാരങ്ങളിലും ദൈവം അവിടെ കാത്തുകൊള്ളും, താങ്ങി നടത്തും. എല്ലാ ആവശ്യങ്ങളിലും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, നല്ല സ്ഥിര മനസ്സിനായി തന്നെ പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും ദൈവസന്നിധിയിൽ കേൾക്കുകയുള്ളൂ. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സ്ഥിര മാനസനായതുകൊണ്ട് ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. രണ്ടാമത്, യഹോവയിൽ ആശ്രയം വെപ്പി. ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നന്മയ്ക്കും ഒരു കുറവുണ്ടാകുകയില്ല. ഈ നോമ്പിന്റെ ഓരോ വേളകളിലും ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ നമ്മളെയൊക്കെ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ ഒക്കെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുകയും നോമ്പിനോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാനും ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.